ഹേ ഗൈസ്, ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വീട്ടിലിരിക്കായിരുന്നു. ആ നേരത്താണെന്നുണ്ടെങ്കിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു കോളും കാര്യങ്ങളും വന്നു. എന്നിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല ഹാർഡ് ചലഞ്ചാണ്, ഈ ഒരു ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലക്ഷറി സാധനം കിട്ടും. ഒന്നല്ല, കുറേ അധികം സാധനങ്ങൾ കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ 2 സാധനങ്ങൾ അവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ വീട്ടിലോട്ട് വരുന്നൊക്കെയാണ് പറഞ്ഞത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇനി ഇത് ഫേക്കാണോ എന്താണോ എന്ന് അറിയില്ല. വീട്ടിൽ വെറുതെ ചുമ്മാ ഇരിക്കുന്നിട്ട് തന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാമെന്ന് വെച്ചു. ഇവിടെ നോക്കുമ്പോൾ ഒറ്റൊരുത്തന് കാണാനില്ല, ഒറ്റൊരുത്തന് വിളിച്ചിട്ട് ആ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണ്. നമ്മളോട് ഇതിൻ്റെ മുകളിലോട്ട് കയറാനാണ് പറഞ്ഞത് കേസ്. എന്തായാലും നമുക്ക് കയറി നോക്കാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടഫായിട്ടുള്ള സ്റ്റെപ്പാണ്. അതായത് ഇവന്മാരാണെന്നുണ്ടെങ്കിൽ നോർമൽ സ്റ്റെപ്പിന് പകരം കുറേ സാധനങ്ങൾ അടുക്കി പെറുക്കി കൂട്ടി മറിച്ചിട്ടിട്ടൊക്കെയാണ് നമുക്ക് അത്യാവശ്യം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കയറാമെന്ന് പറയാം. പക്ഷെ കുറച്ചുകൂടി മേലോട്ട് പോയാൽ നല്ല റിസ്ക്കാണ്. കാരണം അവിടുന്ന് കുറേ പേര് ചാടുന്നതുമായിട്ട് ഞാൻ കണ്ടു. കാരണം എനിക്ക് മാത്രമല്ല കേസ് ഈ ചലഞ്ച് തന്നിട്ടുള്ളത്, വേറെ കുറേ പേർക്കുണ്ട്. അപ്പം നമ്മുടെ സമയം ഇതാണ് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ ആരും കാണാനൊന്നുമില്ല, നമുക്ക് എന്തായാലും കയറി പോവാം. അപ്പോൾ ഇനി എന്താണ് കിട്ടുക കേസ്, നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മളിതിൽ വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം ഇനി ഇത് സ്വർഗത്തിലോട്ടാണോ പോകുന്നത് കേസ്? ഇനി വല്ല സ്വർഗത്തിലോട്ടുള്ള വഴി ഉണ്ടാക്കിയത് വെച്ചതാണോ എന്നാണ് സംശയം. എന്തായാലും കേസ് വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് നോക്കാം നമ്മൾ സ്വർഗത്തിലോട്ട് എത്തുക, അതൊന്നും ഇനിയിപ്പോൾ വല്ല പാതാളത്തിലോട്ടോ അല്ല എവിടേക്കെങ്കിലൊക്കെ എത്തുമോ നോക്കാം. എൻ്റെ പൊന്നി കേസ്, അങ്ങനെയൊന്നും ഉടായ്പ കാട്ടാൻ നടക്കത്തില്ല. എന്തായാലും നമുക്കിതിൻ്റെ മുകളിലോട്ട് എത്തിയിട്ട് കാണാം കേസ്. ഞാൻ കുറേ നേരമായി ഇത് കയറാൻ തുടങ്ങിയിട്ട്. അങ്ങനെ കേസ് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തിയിട്ടുണ്ട് കേസ്. ഇവിടെ എത്തിയപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മണ്ടയിലൂടെ ഒക്കെ കയറാനാണ് പറയുന്നത്. എന്തായാലും ഇനി ഇതിൻ്റെ മണ്ടയിൽ പിടിച്ച് കയറണം. എടാ അവൻ പറയുന്നതാ കയ്യും കാലും ഒടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചലഞ്ചാണോ ഇത്? നോക്കട്ടെ കേസ്, നമുക്ക് കയറാൻ പറ്റത്തില്ല. ഞാൻ മിക്കവാറും അവിടെ നിന്ന് വീണു കേസ്. ഇൻഫിനിറ്റി മോഡ്, അതായത് ഇൻഫിനിറ്റി ഹെൽത്ത് ഒന്നും ഇല്ല കേസ്. ഞാൻ ആ മറ്റേ റൺ ചെയ്യുന്ന ബട്ടൺ നോക്കാന്നുണ്ടായിരുന്നു, പക്ഷെ നടക്കുന്നില്ല കേസ്. അത് റൺ ചെയ്തിട്ട് ചാടാൻ പറ്റുമെന്ന് നോക്കി. അത് വേറെ ഗെയിമിൻ്റെ പോലെ അല്ലല്ലോ, ഈ ഗെയിമിൽ കുറേ വ്യത്യാസമുണ്ട്. നടക്കുമെന്ന് അറിഞ്ഞൂടാ. എന്നു തന്നെ അവസ്ഥ. ഞാൻ ഇനിയും മേലോട്ട് കയറട്ടെ ഗെയ്സ്. അവിടുന്ന് നമ്മളാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് കയറിയായിരുന്നു. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിക്കൊണ്ട് നിൽക്കുകയാണ് ഗെയ്സ്. ഒന്നും പറയാല്ല വിഷയം. റെക്കോർഡർ ഇടയ്ക്ക് കട്ടാക്കുകയാണ്, ഞാൻ അത് പോസ് ചെയ്ത് വെക്കുകയാണ് ഗെയ്സ്. അപ്പം ഞാൻ ഇടയ്ക്ക് ഓണാക്കാൻ മറക്കുന്നതാണ് ഗെയ്സ്. എന്തായാലും നമുക്ക് മേലോട്ട് കയറാം. ഇതെന്തായാലും ഞാൻ ചാവും, എന്തായാലും ഞാൻ പെടും ഗെയ്സ്. കാരണം ഇത് അത്രക്ക് റിസ്ക് സാധനമാണ്. ഇനി ഇതിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ അവർ നമ്മളോട് എങ്ങനെയാലും മുകളിലെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ജെറ്റ് പാക്ക് യൂസ് ചെയ്യാം. അത് പെട്ടെന്ന് എത്തും. കാരണം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ജെറ്റ് പാക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ജെറ്റ് പാക്ക് എടുത്തിട്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് പോയി സിമ്പിളായിട്ട് നമുക്ക് കിടത്താം. എന്തായാലും ഓല് വിചാരിച്ചിട്ടുണ്ടാവില്ല നമ്മളെ അങ്ങനെയൊന്നും കയറി. കാരണം പ്ലെയിൻ അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഹെലികോപ്റ്ററും ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ മരങ്ങളൊക്കെ ഉള്ളതുപോലെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ജെറ്റ് പാക്ക് ഉണ്ട്, പക്ഷെ അത് അവർക്കറിയില്ല. കാരണം നമ്മുടെ ഈ സ്ഥലത്ത് നമുക്ക് മാത്രമുള്ള ജെറ്റ് പാക്ക് ഉള്ളത്. അപ്പോൾ അത് അവർ അറിഞ്ഞിട്ടില്ല. എന്തായാലും ഇവിടുന്ന് നമുക്ക് ഇനി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ജെറ്റ് പാക്ക് എടുക്കേണ്ടി വരും. റിയല്ലേ അയ്യോ അവല്ലേ, ഇത് സിമ്പിളായിട്ട് കയറാവുന്നത് ഉള്ളൂ. ബട്ട് എന്തൊക്കെയോ ചെറിയ മിസ്റ്റേക്കുകൾ കാരണം വീഴുന്നതാണ്. കാരണം ഇത് ഞാൻ അത്ര പ്രൊഫഷണൽ ഒന്നല്ല അങ്ങനെ പിടിച്ചു മറിഞ്ഞ് കയറുന്നതിന്. അപ്പോൾ അപ്പുറത്ത് നല്ല സ്ഥലമുണ്ട്. അല്ലല്ലോ, അത് കൂടുതൽ ബിൽഡിങ്ങിൽ കൂടെ നോക്കാൻ പറ്റുന്നുണ്ട് കേസ്. ഓരോ ഗ്ലിച്ചുകളെ. ഇനിയിപ്പോൾ നമ്മളെങ്ങോട്ടാ പോകുന്നത്? അയ്യോ അതിൽ കുടുങ്ങി കേസ്. നമുക്കൊരു കാര്യം ചെയ്യാം കേസ്, ഇനി വീണ് കഴിഞ്ഞാൽ നമുക്ക് ജെറ്റ് പാക്ക് തന്നെ എടുക്കാം. അയ്യോ ഇതിൽ കുടുങ്ങി കേസ്. എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കണേ. അയ്യോ നാട്ടുകാരും ഇല്ലേ? എടാ ഇവന്മാരാ ടീമൊക്കെ എവിടെ? താത്തൊക്കെ വണ്ടി പോകുന്നു, അതിന് മുമ്പിലൊക്കെ ചാടി അവന്മാർ അരച്ചിട്ട് പോകും. എൻ്റെ പൊന്നി കേസ്, റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് എന്നുള്ള പോലെയാണ് റിസ്ക്. കാരണം റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പൊടി മേത്തായ ഒരു സുഖം ഉണ്ടാവില്ല. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പൊടി പോലും കിട്ടില്ല ഉള്ളു. എടാ ഒന്ന് വേഗം കയറടാ പൊട്ട, എനിക്ക് എന്താ ഗിഫ്റ്റ് നോക്കണം. എൻ്റെ പൊന്നി കേസ് അവസാനം വന്നിട്ട് ഇന്നാ പിടിച്ചോ 10 രൂപയുടെ ഡയറി മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മോന്തടിച്ചാൻ പൊട്ടിച്ചു. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ഗിഫ്റ്റ് ആവണം. ഇനിയിപ്പോൾ വല്ല ലംബോർഗിനി ആണോ ഗെയ്സ്? കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും നമുക്ക് നോക്കാം ഗെയ്സ്. പിന്നെ ഗെയ്സ് ഇപ്പം അധികം സംസാരിക്കാൻ പറ്റുന്നില്ല, ജലദോഷം പിടിച്ചതിൻ്റെ ഒരു റിക്കവറി ആയിക്കൊണ്ട് നിൽക്കുക.
അപ്പോൾ അത് കാരണം തന്നെ അധികം സംസാരിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും, അതായത് ചുമ വരും. അപ്പോൾ എൻ്റെ പൊന്നു കേസ് അയ്യോ, നമ്മളൊന്നും നോക്കുന്നില്ല കേസ്, നമ്മുടെ ജെറ്റ് പാക്ക് എടുക്കാൻ പോവാണ്. എന്തായാലും നമ്മുടെ ജെറ്റ് പാക്ക് എടുക്കാം. പാക്ക് അവിടെ ഈ പാക്ക് കേസ് ഇത് നടത്തുന്നത് വല്ല ഇലുമിനാറ്റി ടീമാണ്, എന്താണാവോ. എന്തായാലും നമുക്ക് നോക്കാം കേസ്. എൻ്റെ പൊന്നു കേസ് ഒന്നും പറയാനില്ല, വിഷയമാണ്. ജെറ്റ് പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെന്നും നമ്മൾ ഗ്യാസും പെട്രോളൊക്കെ നിറച്ചാണ് വെക്കല, ആവശ്യം വന്നെടുക്കുക. കാരണം വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ സമയമാണ്, എപ്പോഴാണ് എവിടെ നിന്നാണെന്ന് അറിയില്ല വെള്ളം വരിക. അപ്പം ഇതിട്ടാണ് പറന്നിട്ട് വല്ല മേസ് ബാഗിൻ്റെ അതിലെവിടെയൊക്കെ മണ്ട കയറി നിന്നാൽ മതി. നമുക്കെന്തായാലും ഇതൊക്കെ നോക്കാം കേസ്. ഇവിടുന്ന് നമ്മൾ വണ്ടി എടുത്ത് വരണം. നമ്മളെത്തിയാ ഇതിപ്പോൾ നമ്മൾ അങ്ങനെ നടന്നു വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 10-20 മണിക്കൂർ എടുക്കുമല്ലോ കേസ്. ഇവിടെ എന്തോന്നും കാണലില്ലല്ലോ, ഇവിടെ എന്തോ എഴുതി വെച്ച പോലെ എനിക്ക് തോന്നുന്നത്. നമുക്ക് ടോപ്പിലോട്ടൊന്ന് കയറി നോക്കാം. ഇതെന്താ ബി ഒക്കെ ഉണ്ടല്ലോ, IBD 3D ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D കേസ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് IBD 3D. IBD 3D തന്നെയല്ലേ? വല്ല തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞമ്മക്ക് തരാല്ലേ ഗിഫ്റ്റ് എവിടെ? വെയർ ഈസ് മൈ ഗിഫ്റ്റ് എവിടെയെന്ന് ചോദിച്ചതുള്ളൂ, അപ്പത്തേക്കും ഇതാ എത്തിയിട്ട് സാധനം. ഇത് സിംഹല്ലേ? ഈ സിംഹത്തിന് ജീവനുണ്ടോ? തൊട്ടി ചവിട്ടി നോക്കിയാൽ വാലൊക്കെ അടനുണ്ട് കേസ്. ഐ തിങ്ക് ഇത് ടൈം ചെയ്ത സിമ്മാണ്. അപ്പോൾ ഇത് ടൈം ചെയ്യാൻ നല്ല പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല എക്സ്പെൻസീവാണ്. ഇനി നമുക്ക് അവർക്ക് വിളിച്ചു നോക്കാം. അവർ 100 അടിക്കാനാണ് പറഞ്ഞത്. ഇതെന്താ പോലീസ് കാറാ? അത് ശരി, ഇത് ആളെ പറ്റിക്കാനാ? ഇതിപ്പോൾ നമ്മുടെ SI സാറിൻ്റെ കയ്യിലുണ്ടല്ലോ, 1001 വിളിക്കാൻ പറഞ്ഞതിന് ശേഷം. അപ്പം എന്താ നമുക്ക് കിട്ടിയേ? ലെജൻഡറാ. ഇതെൻ്റെ ഷോറൂമിൽ 10 കിടക്കുന്നുണ്ടാ പൊട്ടന്മാരെ. ഇതെന്തിനാടാ എനിക്ക്? വല്ല ലംബോർഗിനി നന്നായി സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പപ്പടം പൊരിക്കാനേലും കൊടുത്തത്. അപ്പം ഞാൻ ഇതോട്ട് എന്ത് ചെയ്യാനാ? എന്തായാലും നമുക്ക് ഈ ലെജൻഡർ എടുക്കാം. ഈ സിംഹത്തിന് ഞാൻ എന്തായാലും കൊണ്ടൂല, കാരണം ലെജൻഡറിൻ്റെ സീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെതർ സീറ്റാണ്. അല്ല, കാറിൻ്റെ സീറ്റ് തന്നെ ലെതർ സീറ്റാണ് അധികം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ അവന്മാർ മാന്തി പൊളിച്ച് കഴിഞ്ഞാൽ നല്ല പണിയാണ്. ഇത് നമുക്ക് എന്തായാലും താഴത്തേക്ക് ഇറക്കുമ്പോഴത്തേക്കും പപ്പടം പോലെ ആയിട്ടുണ്ടാവും. അപ്പം നൈസിലൊക്കെ നോക്കിയെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാലും അത് നടന്നു വരുന്ന വഴിയായതൊട്ട് നോക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പം നമുക്ക് എന്തായാലും പപ്പടം പോലെ കിട്ടിയാലും എയർ ബാഗ് പൊട്ടിയാലും താഴത്തെത്തും. എന്തായാലും നമ്മളിവിടെ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വല്ല ഗിഫ്റ്റ് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കി കാണാം. വീട്ടിലോട്ട് കൊടുന്നവരെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നോക്കാം. എന്തായാലും ഈ വണ്ടി എടുത്ത് ബെന്നിയുടെ ഷോപ്പിലോട്ട് വിടാം. അപ്പോൾ ഓക്കെ, ബൈ.